വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഈദ് മുബാരക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഈദ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉടുപ്പൊക്കെ മാറ്റി ഇതായി നമ്മുടെ ഈദ് കൊടിയൊക്കെ എടുത്ത് സെറ്റായിട്ട് വരാം. ഇപ്പോൾ തന്നെ ഐശ്വര്യം ഒക്കെ വരും. അപ്പോൾ നമുക്ക് കുളിച്ച് സെറ്റായിട്ട് കുളിച്ചല്ല പല്ലേച്ചൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി റെഡി ആവണം. ഞാനിനി ഗെറ്റ് റെഡി വീട്ടിൽ എടുക്കാൻ ഷോർട്ട്സായിട്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങൾ റെഡിയാണ്. സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇത്രയാണ് എൻ്റെ ഡ്രസ്സ്. ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സ് കോട്ടൺ. പിന്നെ ബാക്കി എൻ്റെ ഓർണമെൻറ്റ്സും സാധനങ്ങൾ ഇതാണ് എൻ്റെ ഉടുപ്പിന് കേട്ടോ. വേണ്ട, ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാനപ്പോൾ ഇതിന് ഒരു ഫോട്ടോ ഉണ്ടായപ്പോൾ ഞാൻ പാറ്റിക്കർ എടുത്തതാണ്. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്, എൻ്റെ ഓർണമെൻറ്റ്സ്, എൻ്റെ മാല, കമ്മൽ ഞാൻ ചിലപ്പിടുള്ളൂ. പിന്നെ ഇതിൻ്റെ ചെറിയ എക്സസറീസിൻ്റെ വള, ഇതൊക്കെ റോസ് ഗോൾഡാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ. നമുക്ക് റെഡിയായിട്ട് കാണാം. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് റെഡിയായി കുളിച്ച് സെറ്റായിട്ട് കാണാം. ഞാനിപ്പോൾ കുളിച്ച് സെറ്റായി റെഡിയായിട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി. ഞാനത് അതിന് ഒരു റീലും കൂടി എടുത്ത് എൻ്റെ ചാനലിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പം കിട്ടും. നമ്മുടെ എല്ലാവർക്കും ഇത് മുബാരക്. 1 സെക്കൻഡ്. അപ്പോൾ ഞാനെൻ്റെ ഡ്രസ്സ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. എൻ്റെ ഡ്രസ്സൊക്കെ കാണിച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത ഒച്ചപ്പാടാണ് നിങ്ങൾ കേട്ടത്. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ഇവിടെ നമ്മുടെ ഐഷ കുട്ടി വന്നിട്ടുണ്ട്. ഇതാണ് ഐഷയുടെ ഡ്രസ്സ്. ഇതാണ് ഐഷയുടെ ഡ്രസ്സ്. ഞങ്ങളെല്ലാവരും എടുത്ത ഫോട്ടോസും വീഡിയോസും ഫോട്ടോസ് ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ഈ വീഡിയോ ചിലപ്പോൾ ഐശായിരിക്കും എഡിറ്റ് ചെയ്യണത്. ഓക്കെ. പിന്നെ ഞങ്ങളുടെ 2 അനിയന്മാരും പള്ളി പോയിരിക്കുകയാണ്. അവർ വരുമ്പോൾ അവർ 2 കോസ്റ്റ്യൂമും കൂടി കാണിച്ചതൊക്കെ സോറി. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി വേറെ പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാം. ഓക്കെ. ഇവരൊക്കെ പള്ളിയിൽ നിന്ന് വന്ന് അതിന് ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലൊക്കെ പോയിട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അമ്മായിമാരുടെ വീട്ടിലൊക്കെ പോയി. അവർ പെരുന്നാപ്പടിയൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവരൊക്കെ വന്നു. ഇവരുടെ പെരുന്നാൾ ഡ്രസ്സൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു റീലെടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രാഫ്റ്റ് വർക്കിലാണ് ഞാൻ കാണിച്ചു തരാം കൊണ്ടുവന്നത്. അപ്പോൾ ഐഷ ഒരു വേസ്റ്റ് ബിന്നാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സയാൻ ഇവിടെ സ്ഥലം പറയാണ്. പിന്നെ ഞങ്ങളുടെ ബമ്മു ഇവിടെ നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ക്രാഫ്റ്റ്. ഞങ്ങൾ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങൾ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴേ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ റെഡ് കളറാണ് അടിക്കുന്നത്. അമ്മ ഇവിടെ ഒന്ന് കാണിച്ചെടുക്ക്. ഒരു പേപ്പർ ഗ്ലാസ്സിൽ റെഡാണ് ഇരിക്കുന്നത്. ഐഷ റെഡ് അറിയായിരിക്കും. ഐഷ എന്താ പറയണേ? കൊണ്ട ഗൈസ് ആയാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐഷനെ കാണിച്ചെടുക്ക്. ഐഷ പറയുന്നേ കടൽ ക്ലൗഡ് കാണുന്നവർക്ക് ഇതെന്താ സാധനം മനസ്സിലാവും.
ഇതൊരു സായാഹ്നം സഹായിക്കണമുണ്ട്. പിന്നെ നമ്മുടെ മമ്മൂസാണ് ക്യാമറമാൻ. അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പകുതി ഫിനിഷ് ആവണ ആ അറ്റംപ്റ്റിൽ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ബൈ. ഞങ്ങൾ ഇതാക്കിയൊക്കെ കഴിഞ്ഞു. എന്താ ഞങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞില്ല. ടോപ്പ് ഇതായിട്ടില്ല. അയ്യോ ഇല്ലത് ഒരു മിനിറ്റിട്ടാ. ഞാനിവിടെ ഒരു കാര്യം ചേർന്ന് ഞങ്ങൾ ഡസ്റ്റ്ബിന്നൊക്കെ ഇഷ്ടമായ വേറായി. ഞങ്ങൾ പിന്നെന്താ ഈ ഡസ്റ്റ്ബിന്നിൻ്റെ മറ്റേ മൂടില്ലേ ആ ടോപ്പിൻ്റെ, അത് ഇത് ഉണക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അതൊന്ന് അടുത്ത ശേഷം ഈ ഒരു ബ്ലാക്ക് കളറാണ് ഞങ്ങൾ അടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണക്കാൻ വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തേരപ്പാര. അത് കഴിഞ്ഞ് ഞങ്ങളെന്താ ചെയ്തേന്ന് അടുത്തത് ഞങ്ങൾ വീണ്ടും പറയാം. ഓക്കെ ബൈ. എനിക്ക് മലയാളം തെറ്റരാണ്. അപ്പോൾ ഇതിനെടുത്ത ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് മ്യൂസിക് ടോൺ ഇട്ടിട്ട് ഇതാക്കി തരാം. അപ്പോ ഇത് നോക്ക് ഗൈസ്. അതിൻ്റെ അരിയര് ഐഷത്താക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് ഐഷക്ക് കാണിച്ചു കൊടുക്കട്ടേതാ. ഒരു മിനിറ്റ്, ഞാൻ ഫോട്ടോ കൂടി എടുക്കാം. ഫോട്ടോ എടുത്താൽ ഓക്കെ ബൈ. അത് അതിന് ഐഷത്ത് ടാറ്റ കൊടുക്ക്. ഞങ്ങള് ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മെഹന്തി. ഇത് ഐഷയുടെ കയ്യിലിട്ടൊക്കെയാണ് ഞാൻ എടുത്തത്. കണ്ട ഇതാണ്. ഇത് ഒരു 1.5 കഥയായിപ്പോയി. 2 മണിക്കൂർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐഷയുടെ മെഹന്തി ഇട്ടതിന് കുറച്ച് ഫോൺ മേടിച്ചാൻ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 4 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 6:45 എങ്ങാണ്ടായിട്ടുണ്ട് ബാങ്ക് കൊടുത്ത്. ഇതെന്താ പ്രശ്നമെന്നറിയോ? ഇതൊക്കെ ഈ താഴെയുള്ളത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് എത്തിയപ്പോൾ എൻ്റെ അനിയൻ വന്ന് കുഴപ്പം. അതാണ് ഈ ചുമന്നിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് എത്തി ഞാൻ എണീച്ചതാണ് ഓർമ്മയുള്ളത്. ബാക്കി ഐഷാഡ ഇവിടെ ആയി. കാണണ്ട, ഞാൻ കാണിച്ചത് ആണ് പാൻറ്റിന്റെ അവസ്ഥ. അറിഞ്ഞോണ്ടൊന്നല്ല, വെറുതെ തേച്ചതാണ് ഞാൻ. അതായത് അറിഞ്ഞോണ്ടൊന്നല്ല. പക്ഷെ ഇതെന്താണോ, ഇത് നല്ലതായിട്ട് വന്ന ആ ഒരു അറ്റംപ്റ്റിൽ ഇതായി പോയതാണ്. പിന്നെ ഈ തൊപ്പിട്ടപ്പോ ഐഷാടെ കയ്യിൽ എപ്പോഴും ആവുകയായിരുന്നു. അതാണ് ഒരു പ്രശ്നം. നല്ലതായിരുന്നു. ഐഷാടെ കാണിച്ചു കൊടുക്കുക. ഇതാണ് ഐഷാടെ ഫൈനൽ. ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഐഷാടെ കാണാണ്ടോ? ഐഷ കാണിച്ചെടുക്ക്. ഇതാണ് ഐഷാടെ ഫൈനൽ ലുക്ക്. എൻ്റെ കാണിച്ചത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞങ്ങളുടെ 2 പേര്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. ഇതുവരെയായിട്ടും അമ്മായിയും ഇന്നയും ഒന്നും വന്നില്ല. ഞങ്ങളുടെ കസിൻസ് ഒന്നും വന്നിട്ടില്ല. ചിലപ്പോ വരില്ലായിരിക്കാം. നാളെ മാമാടെ ആണ്ടാണ്. ചിലപ്പോൾ അവിടെ ഇരിക്കും വരാം. അപ്പോ ഇന്ന് ഞാൻ പോകുന്നില്ല ഗൈസ്. പോകുന്നില്ല. അപ്പൊ നാളെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്താലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്തായാലും പറ്റുമെങ്കിൽ
ഇടാം. ഇന്നലെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇടാം. അപ്പൊ ഞങ്ങൾ മൈലാഞ്ചൊക്കെ ഇട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത്, പക്ഷെ ക്രാഫ്റ്റ് പകുതി ഒന്നും ആയിട്ടില്ല, ചെയ്തിട്ട് പോലില്ല. ഒരു മൂടി അത്ര വെക്കാനുണ്ട്, അത്രേ മാത്രമേ ഉള്ളൂ. അത് ചെയ്തിട്ട് നാളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ പെരുന്നാൾ ഡ്രസ് ഉള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് സോങ് ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതുള്ളത് ഇവിടെ 2 വില്ലന്മാരും കൂടി തല്ലുപിടിക്കാണ് ഗൈസ്. ഇതാണ് ഐഷയുടെ, അത് ഇത് മൈ ബ്രദർ, ദാറ്റ് ഈസ് റയൂസ് ബ്രദർ. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോറി ഗൈസ്, മ്യൂസിക് കുറച്ച് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ മ്യൂസിക് കുറച്ച് ലോങ് ആയിപ്പോയി. അത് മ്യൂസിക് ഉണ്ടാവില്ല. ഞാൻ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സോറി. നമുക്ക് അടുത്ത പ്രാവശ്യം എഡിറ്റ് ചെയ്യുമ്പോൾ ഇതാക്കാം. ഗുഡ് നൈറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ഇതാക്കിക്കോ, സ്കിപ്പ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ബൈ.